ഹലോ ഹായ് എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നിയമനങ്ങൾ നടക്കുക എന്നുള്ളത് അല്ലേ. അപ്പം ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിലേക്കാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, നിയമനങ്ങൾ നടക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, അഡ്വൈസുകൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്, അതേപോലെ തന്നെ മുൻവർഷങ്ങളിൽ എഴുതിയിട്ടുള്ള എക്സാമിനേഷനോട് ബന്ധപ്പെട്ട് എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാന്നുള്ള ഒരു സജഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ മുഴുവനായിട്ട് എന്ത് ചെയ്യുക, കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വീഡിയോ കടന്നാലോ. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ 2025 വന്നിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ അടുത്തിടെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അല്ലേ. നോക്കിയേ, ഇതിനിപ്പോഴും അയക്കാനുള്ള തീയതി ഇപ്പോഴും ഉണ്ട്. അയക്കാത്തവരാണെങ്കിൽ ഉടനെ തന്നെ അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നോക്കിയേ, ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28/11/2025 ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025 ആണ്. അതായത് ഡിസംബർ മാസം 31-ാം തീയതി വരെ സമയമുണ്ട്. അപ്പം ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നിയമനങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുക, നിയമനങ്ങൾ നടത്തുക. അതേപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39,300 മുതൽ 83,000 വരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ട്. വേക്കൻസി ഇപ്പോഴും ആന്റിസിപ്പേറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അദ്ദേഹം നടത്തുന്നത്. അതേപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ആയിരുന്നു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ അല്ലെ. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഒരു ബിരുദമായിരുന്നു അല്ലെ. പറഞ്ഞ ഗ്രാജുവേഷന് ആയിരുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിന് തത്തുല്യം അല്ലെ, ഈ പറയുന്ന കേരള PSC അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രിയോ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ആണല്ലോ. അപ്പൊ ഇത്രയാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതി ജോലി കിട്ടിയാൽ പ്രവേശനം ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആണല്ലോ. അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന നിയമന നിലയം നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇതൊരു ചാർട്ടാണ്. ഈ ചാർട്ടിനകത്ത് പ്രധാനമായിട്ട് ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ നിയമനങ്ങൾ നടക്കുക എന്നുള്ളതാണ്. നോക്കിയേ, അത് MG ഉണ്ട്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കട്ട് ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ് കേട്ടോ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നറിയപ്പെടുന്നത് കുസാറ്റ്. കേരള യൂണിവേഴ്സിറ്റി, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി KTU, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യം. അടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി, മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സർവകലാശാലകൾ. സംസ്കൃത യൂണിവേഴ്സിറ്റി, സംസ്കൃത സർവകലാശാലകൾ, ഫിഷറീസ് എന്നിങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട സർവകലാശാലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് നിയമനങ്ങൾ നടക്കുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അഡ്വൈസുകൾ പോയി നോക്കുകയാണെങ്കിൽ, ഓക്കെ, കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള അല്ലേ, കുറച്ച് നാൾ മുമ്പുള്ള ഒരു നിയമന നിലയാണെന്ന് പറയുന്നത് 297 വരുന്ന എന്ത് ചെയ്യുന്നുണ്ട്, നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്കാണ് അല്ലെ. ഏറ്റവും കൂടുതൽ കോളേജുകൾ എൻലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് MG യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം വന്നിട്ടുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. തൊട്ട് പിന്നിലായിട്ട് 60 നിയമനങ്ങളോടുകൂടി തന്നെ കാലിക്കട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കട്ട് കാണാം. അതിന് തൊട്ട് പിന്നിലായിട്ട് 25ഓളം അല്ലെ അഡ്വൈസുകൾ പോയിട്ടുള്ളതാണ് ഈ പറയുന്ന കൊച്ചിന്. അടുത്തത് കേരള യൂണിവേഴ്സിറ്റി, നമ്മുടെ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി 54, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി 19, ഹെൽത്ത് 17, കണ്ണൂർ യൂണിവേഴ്സിറ്റി 17, മൃഗസംരക്ഷണം 14, സംസ്കൃത സർവകലാശാല, കാലടി സർവകലാശാലയ്ക്കില്ല, അതേപോലെ തന്നെ സംസ്കൃത സർവകലാശാല 11, ഫിഷറീസ് 2 എന്നിങ്ങനെ മൊത്തത്തിൽ 290ഓളം വേക്കൻസികൾ തൊട്ട് മുമ്പുള്ള ഒരു കേരള PSC സൈറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അഡ്വൈസ് പോയുടെ നിലയെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം ഈ നിയമന നിലയെന്ന് പറയുന്നത് ഏകദേശം 321 ഉയർന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നേരത്തെ അത് 297 കുറച്ച് ആളുകൾക്ക് മുമ്പ്. ഇപ്പം എന്തായത് 321 അത് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് പിന്നെയും ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻസികൾ ഇതിനകത്ത് എല്ലാത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ
നിയമനങ്ങൾ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പോയിട്ടുള്ള 2 സർവകലാശാലകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന MG യൂണിവേഴ്സിറ്റിയും മറ്റൊന്ന് കാലിക്കട്ട്, കേരള എന്നീ പറയുന്ന 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് അല്ലെ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി എന്നീ പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്കാണ് എന്ത് ചെയ്യുന്നത് അഡ്വൈസുകൾ പിന്നെ എന്ത് ചെയ്യുന്നത് പോയിട്ടുള്ളത്. ഈ 321 എന്ന് പറയുന്നത് അഡ്വൈസുകൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് എന്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ പോയിട്ടുള്ള കാലിക്കറ്റിനകത്താണ്. നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റികളിലേക്ക് എന്ത് ചെയ്യുന്നത് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങളാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത് അല്ലെ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിലേക്ക് എങ്ങനെയെല്ലാം നിയമനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനുള്ള നിയമനങ്ങൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലിരുന്ന് പഠിക്കുക, അതേപോലെ തന്നെ അടുത്ത വർഷങ്ങളിലും മറ്റും പബ്ലിഷ് ചെയ്യാൻ പോകുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അല്ലേ. അതായത് നിങ്ങൾക്കറിയാം എപ്പോഴെപ്പോഴും നമ്മുടെ മുന്നിലേക്ക് അവസരങ്ങൾ വീണ് കിട്ടിയെന്ന് എപ്പോഴും വരില്ല. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് വീട് കിട്ടുന്ന കുറച്ച് അവസരങ്ങളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലേ. അങ്ങനെ കുറച്ച് അവസരങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ വീണ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഒരു ഇടം പിടിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഇത് മാറ്റിവെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഓരോ വർഷം കൂടുന്നതോറും PSC എഴുതുന്നവരുടെ എണ്ണവും അതേപോലെ തന്നെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആളുകളുടെ എണ്ണം എന്ത് നിങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് അല്ലേ. കോമ്പീറ്റ് ചെയ്യേണ്ട ആളുകളുടെ എണ്ണവും നിങ്ങൾക്ക് എന്ത് ചെയ്യും കൂടി വരും. അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ സമയങ്ങളായിരിക്കും ഏറ്റവും ചെയ്യുന്നത് കുറഞ്ഞു നിൽക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത്. കാരണം അങ്ങോട്ട് പോകുന്ന സമയങ്ങൾ എന്ത് ചെയ്യും, ആളുകൾ ഇച്ചിരിയും കൂടെ ജോലിക്കായിട്ട് എനിക്കറിയാം ജോലി ആഗ്രഹിക്കുന്നവരാണ് ഏറെക്കുറെ എല്ലാവരും. ഇവൻ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർ പോലും എന്ത് ചെയ്യുന്നുണ്ട് PSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കുക. എങ്ങനെ ഉറപ്പിക്കാം, ആത്മാർത്ഥമായിട്ട് പഠിച്ച്. വേറെ നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ, അതിനൊരു സ്റ്റഡി പ്ലാൻ വേണം, അതിനൊരു ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം അല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദ്യം എങ്ങനെയൊക്കെ വരും, അപ്പോൾ എങ്ങനെയൊക്കെ ചോദ്യം വന്നില്ല എങ്ങനെയൊക്കെ അഭിമുഖീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യുന്നത് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCID, KH പോലുള്ള എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇവിടെ AZB അക്കാഡമി ഈ പറഞ്ഞ ഒറ്റ കോഴ്സിൽ 6 പരീക്ഷകളൊക്കെ എന്തെങ്കിലും പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പുതിയൊരു കോഴ്സുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ഓരോ ദിവസം എന്തെല്ലാം പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ഓക്കെ, ബന്ധപ്പെട്ട നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എല്ലാ ദിവസവും ലൈവും അതേപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കും. ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ തന്നെ സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. സ്പെഷ്യൽ ഈ പറയുന്ന റിവിഷൻ സെക്ഷൻസിന്റെ ഭാഗമാണ് എന്ത് ചെയ്യും ലഭിക്കുന്നതാണ്. കാരണം വെറുതെ പഠിച്ചു പോയാൽ പോരല്ലോ അല്ലേ, വെറുതെ പഠിച്ചു പോയാൽ മാത്രം പോരാ, റിവൈസ് ചെയ്യും വേണം അല്ലേ. കൂടെ തന്നെ മോട്ടിവേഷൻ ഇല്ലാതെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു സംശയമുള്ള ആളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്പെഷ്യൽ മോട്ടിവേഷൻ സെക്ഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തയ്യാറെടുപ്പുമായി ഈ പറയുന്ന പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും AZBയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പരീക്ഷകൾക്ക് ഇനിയും സമയമുണ്ട്. 31-ാം തീയതി വരെയാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുക അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നു നമുക്ക് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിലേക്കാണ് എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, അപ്പം എന്ത് ചെയ്യാം നമുക്ക് അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു നിയമനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിച്ച് എഴുതാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം കൂടെ ആശംസിക്കുകയാണ്. മുന്നോട്ട് പോവുക, സ്റ്റേ മോട്ടിവേറ്റഡ് അല്ലേ, പോസിറ്റീവായിട്ടാണ് ഇരിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക അത് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, താങ്ക് യു.